ഒരു ആസ്പത്രിയിൽ ചെന്ന് കടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിപുലീകരിച്ച ചികിത്സകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിഴിച്ചിൽ, നവരക്കിഴി, അത് ചിലപ്പോൾ ചിലർക്ക് തൈലം കൊണ്ട് നവരക്കിഴി പതിവുണ്ട്, പാലിൽ നവരക്കിഴി പതിവുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, അതായത് വൈദ്യരത്നത്തിൽ പൊതുവെ വൈദ്യരത്ന സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത സതൈലം ഷാഷ്ടിക പിണ്ടസ്വേദം എന്ന് പറയും. നവര വേവിച്ച് കിഴി കെട്ടിയിട്ട് തൈലത്തിൽ, ഓരോ രോഗിക്കും ഓരോ തൈലങ്ങളാവും ഇഷ്ടം. ഇപ്പോൾ ചിലർക്ക് ഈ സയാറ്റിക് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കേതകി മൂലാദി എന്നും സഹചരാദി എന്നൊക്കെ പറയുന്ന ചില തൈലങ്ങളുണ്ട്. അതൊക്കെ വൈദ്യനിർദ്ദേശപ്രകാരമാണ് ചെയ്യുക. അതിൽ ഈ നവര കൊണ്ടുണ്ടാക്കിയ കിഴി അതിൽ മുക്കി ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒഴിയും. അതാണ് സതൈലം നവര. അതേസമയം കുറച്ച് ബ്രഹ്മണം, അതായത് ദേഹം ഒന്ന് തടിക്കണം, മസിലിന് വേസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ക്ഷീരം കൊണ്ടായിരിക്കും ചെയ്യുക. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല് മാത്രമല്ല, ആ കിഴി കെട്ടുമ്പോൾ അതിൽ ആമിഷം, മാംസം, അത് ഓരോ തരത്തിലുള്ള മാംസങ്ങളാവാം. ആട്ടുമാംസമാവാം, വരാഹമാംസമാവാം, പോത്തിൻ മാംസമാവാം. അത് വൈദ്യനാണ് നിശ്ചയിക്കുക. അതെല്ലാം കൂടെ ചേർത്ത് കിഴിയുണ്ടാക്കി അതുകൊണ്ട് ചെയ്യും. മസ്കുലർ ഡിസ്ട്രഫി, മസ്കുലർ അട്രോഫി, ഇങ്ങനെയുള്ള ചില കണ്ടീഷനിൽ സാമിഷം ഷാഷ്ടിക പിണ്ടസ്വേദം എന്ന് പറയും. അതാണ് നമ്മളിവിടെ ചെയ്തു വരാറുള്ളത്. അഭ്യംഗ സേക പിജവോ വസ്തിശ്ചേതി ചതുർവിധം. മൂർധതൈലങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുത്തിന് മേലോട്ട് ചെയ്യുന്ന ചില ക്രിയാക്രമങ്ങളാണ് ശിരോ അഭ്യംഗം, ശിരോധാര, ശിരോപിജു, ശിരോവസ്തി. ശിരോവസ്തി എന്ന് പറയുന്നത് ഒരു തൊപ്പി വെച്ചിട്ട്, തൊപ്പി ഉണ്ടാക്കിയിട്ട് അതിൽ തൈലം നിർത്തുന്ന രീതിയാണ് ശിരോവസ്തി. പിജു എന്ന് പറയുന്നത് തൈലത്തിൽ പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ വെച്ച് നിശ്ചയ സമയം തലയിൽ വയ്ക്കുന്നു, ഒരു വർത്തി വെച്ച് കെട്ടുന്നു. അത് നിശ്ചയ സമയം, അതായത് 40 മിനിറ്റ് വരെ ആണ് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉള്ളത്. അതിന് അഭ്യംഗം, ഇതിനെയാണ് കൂടുതലൊന്ന് പറയാനുള്ളത്. അതായത് പണ്ട് എണ്ണ തേച്ച് കുളി എന്നുള്ളതൊരു നിത്യ അനുഷ്ഠാനമായിരുന്നു. ഇന്ന് എണ്ണ തേക്കുന്ന ഒരു കുട്ടിക്കാലത്തെങ്ങാനും അമ്മ തേപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പല ആൾക്കാരും അതിനുശേഷം ജോലി സംബന്ധമായിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോവുക. കേരളത്തിൽ തന്നെ ആയാൽ പോലും ജോലി തിരക്ക് കാരണം എണ്ണ തേക്കുക എന്നൊരു സമ്പ്രദായം ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ധാരാളം മുടി കൊഴിച്ചൽ, മുടി നരയ്ക്കൽ, തലവേദന, ഇങ്ങനെയുള്ള എണ്ണ തേപ്പ്, ഈ നെർവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം കാര്യങ്ങൾ ഇല്ലാതായതുകൊണ്ട് അത് ധാരാളം ഇന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ശിരോഭ്യംഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ അഭ്യംഗം, സേകം, പിജു, വസ്തി എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമാണ്. പഴയ കാലത്ത് കുട്ടനാട്ടിൽ, ഞാൻ തിരുവല്ല ഭാഗത്തും ആലപ്പുഴ ഭാഗത്തും ജോലി ചെയ്യുന്നപ്പോൾ അവിടുത്തെ അന്നത്തെ ആൾക്കാർ, കൊല്ലം 40-50 കൊല്ലം മുമ്പത്തെ കഥയാണ്, അവിടെ അവർ വന്നിട്ട് പറയും, വൈദ്യനെ ഒരു എണ്ണ കുറിച്ചാട്ടെ. എന്തിനാ? കടവിറങ്ങത്തില്ലെന്നേ, അവിടുത്തെ ഭാഷയാണ്. വയറ്റുന്ന മോഷനില്ല എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ ഭാഷയാണ്. കടവിറങ്ങത്തില്ലെന്നേ, ഒരു എണ്ണ കുറിച്ചാട്ടെ. എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു സ്ഥിരം രീതിയാണ് എണ്ണ തേക്കുക, ആറ്റിൽ കുളിക്കാനായിട്ട് പോവുക. തലയിൽ എണ്ണ തേച്ച് കുളത്തിലേക്കോ അല്ലെങ്കിൽ ആറ്റിലേക്കോ ചെല്ലുമ്പോഴേക്കും വയറൊഴിയാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇത് വളരെ ദൃഷ്ടാന്തമാണ്. അവർക്ക് ബലാഹളാദി, അസനേലാദി എന്നൊക്കെ പറയാനറിയാം. കാരണം അന്നത്തെ പഴമക്കാർ ഇത് വീടുകളിൽ ഉണ്ടാക്കി ഉപയോഗിച്ച് വന്നിരുന്ന ആൾക്കാരാണ്. ഇത് എന്താണ് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, തലയിൽ തേച്ച് നല്ലോണം അങ്ങനെ തിരുമ്പി അമർത്തി തലോടിയും കൊണ്ടാണ് ഇങ്ങനെ കുളിക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിന് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുകയാണ്. ആ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നത് മോഷണം. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് കുളിമുറി കയറിയിട്ട് സ്മോക്ക് ചെയ്തും കൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. അതൊരു തെറ്റായ നടപടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എണ്ണ തേച്ച് കുളി ശരീരത്തിന് വളരെയേറെ നല്ലതാണ്. ഉറക്കമുണ്ടാവാൻ നല്ലതാണ്. തലവേദന മുതലായത് വരാതിരിക്കാൻ നല്ലതാണ്. മുടി കൊഴിച്ചിൽ കുറയാൻ നല്ലതാണ്. നല്ല ശുദ്ധമായ നല്ലെണ്ണ തേച്ചാണ് പഴയ ആൾക്കാർ കുളിക്കുക. അവരുടെ മുടിയോ നല്ല കറുകറുത്തിരിക്കും. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നമ്മുടെ ഒരു ആൻറ്റി ഫംഗൽ എന്ന രീതിയിൽ താരൻ പോലെ വരുന്നതിനെ മാറ്റാൻ നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ അഭ്യംഗം, സേകം, പിജു, വസ്തി, ശിരോഭ്യംഗം, ശിരോവസ്തി,
അല്ല ശിരോധാര, ശിരോപിജു, ശിരോവസ്തി. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം ശിരോവസ്തിയാണ്. ഇതാണ് മൂർധതൈലങ്ങൾ എന്ന് പറയുന്നത്.